ദേവി പറഞ്ഞാമേ ശരി. ഒരു പത്രസമ്മേളനത്തിൽ കൂടി ഈ വിഷയം നമുക്ക് പൊതുജന മധ്യത്തിൽ എത്തിക്കണ്ട. എനിക്കും അതിന് താല്പര്യമില്ല നന്ദ. ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ പുറത്തു വരുന്നത് ഏതൊക്കെ തരത്തിൽ അവരെ ബാധിക്കുമെന്നുള്ളത് ഊഹിക്കാൻ പറ്റും. എനിക്കത് മാനസികമായിട്ട് നല്ല പ്രഷർ തരുന്ന കാര്യോ. പത്രക്കാരുടെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ പതറിപ്പോവും. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മനസ്സിൽ തോന്നിയതാ. എന്താ മോളെ? ഞാൻ തേവക്കാട്ടേക്കൊന്ന് പോട്ടെ. പോയിട്ട് ഈ കാര്യം അവരോട് പറയാം. ബലരാമനങ്ങളുടെ മോളാണ് തനുജ എന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. ഏയ്, അതൊന്നും ശരിയാവത്തില്ല. വേണ്ട വേണ്ട, നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നന്ദു, ഞാൻ പറയട്ടെ. ബലരാമനങ്ങളും തനുജയും തമ്മിലുള്ള ബന്ധം എന്താന്ന് വ്യക്തമായിട്ട് അവിടെ ആരും അറിയിച്ചിട്ടില്ല. ചന്ദ്രമതിയൻ ഇപ്പോഴും കരുതുന്ന എന്താ, അച്ഛൻ തനുജയെ ബലരാമനങ്ങളെ കൊണ്ട് ദത്തെടുപ്പിക്കാൻ നോക്കി. ബാധ്യത ബലരാമനങ്ങളുടെ മേലിൽ വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാ. അത് കാരണമല്ലേ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ. യഥാർത്ഥ കാര്യങ്ങൾ അവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോ അതറിയിക്കല്ലേ ആദ്യം വേണ്ടത്. അതിനെയും അവഗണിക്കുകയാണെങ്കിൽ മാത്രം പോരെ പത്രസമ്മേളനം. സത്യോ ദേവിക്ക് പറഞ്ഞത്. അറിയിക്കേണ്ട കാര്യം ഇതുവരെ നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. നാളെ ഒരു സമയത്ത് ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന ചോദ്യം വന്നാൽ നമുക്ക് മറുപടി ഇല്ലാതാവും. എന്തായാലും അവിടെ കാര്യങ്ങൾ അറിയിക്കാം. പക്ഷെ ദേവിക്ക് പോണ്ട, ഞാൻ ചെന്ന് പറയാം. എങ്കിൽ പിന്നെ ഞാനും അമ്മയും കൂടി പോവാം. അത് വേണ്ട നന്ദു, അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. ഞാൻ ചെല്ലാം. ചെന്ന് അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. ചിലപ്പോ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം ആവും ഉണ്ടാവുക. അമ്മ എന്ത് പറയുന്നു? ദേവിക അത്രയും ആത്മവിശ്വാസത്തോടെ പറയല്ലേ, അങ്ങനെ തന്നെ ആവട്ടെ. ദേവി, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ? ഒരു കുഴപ്പമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം.